തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് തപാൽ വോട്ടിനുള്ള അപേക്ഷകൾ 15 മുതൽ 20 വരെ നൽകാം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് തപാൽ വോട്ടിനായുള്ള അപേക്ഷകൾ രണ്ടാം ഘട്ട പരിശീലനം നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 15 മുതൽ 20 വരെ സ്വീകരിക്കുമെന്ന് നോഡൽ ഓഫീസർ സച്ചിൻ കൃഷ്ണ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ തെരഞ്ഞെടുപ്പ് പരിശീലന കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 18 മുതൽ 20 വരെ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയമിതരായ മുഴുവൻ ജീവനക്കാരും അവരവരുടെ താമസ സ്ഥലത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ള അന്യ ജില്ലയിലെ താമസക്കാർക്ക് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഇതേ ദിവസങ്ങളിൽ പ്രത്യേകം വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലെ മുഴുവൻ ജീവനക്കാരും ഈ കേന്ദ്രത്തിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കാത്തവർക്കായി ജില്ലാ കേന്ദ്രങ്ങളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററും പ്രവർത്തിക്കും. പാലക്കാട് BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏപ്രിൽ 22, 23, 24 തീയതികളിലാണ് VFC പ്രവർത്തിക്കുക. 25-ന് ഈ സേവനം പ്രവർത്തനമായിരിക്കില്ലെന്നും നോഡൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ ജീവനക്കാരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള അവശ്യ സർവീസ് ജീവനക്കാർ അതത് നിയമസഭാ മണ്ഡലങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകളിൽ ഏപ്രിൽ 21, 22, 23 തീയതികളിൽ ഹാജരായി വോട്ട് രേഖപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ 15-ന് ആരംഭിക്കും. 6 ദിവസങ്ങളിലായി 12 സെഷനുകളിലായാണ് പരിശീലനം നടക്കുന്നത്.